ശുദ്ധീകരിക്കുക, അതുപോലെ വളർത്തുക എന്നൊക്കെയാണ്. ഇതുപോലെ സക്കാത്ത് നൽകുന്നത് ഒരു സമ്പത്തിനെ കുറക്കുമെന്ന് ലക്ഷ്യം വെച്ചു ചില പിശുക്ക സ്വഭാവമുള്ളവർക്ക് വലിയൊരു മറുപടിയായിട്ടാണ് ഇസ്ലാം ഇതിനെ പരിചയപ്പെടുത്തുന്നത്. വളർത്തുക എന്നൊക്കെ. സക്കാത്ത് നൽകുമ്പോൾ നമ്മുടെ സമ്പത്തിലുണ്ടാകുന്ന കറകളാണ് മാഞ്ഞു പോകുന്നത്. അത് സമ്പത്ത് വർദ്ധിക്കാനും മറ്റും കാരണമാകുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ സക്കാത്ത് നൽകുമ്പോൾ അവൻ്റെ സമ്പത്ത് ശുദ്ധീകരിക്കുകയാണ് ഉണ്ടാകുന്നത്. സക്കാത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യും. സക്കാത്തിനെ പ്രധാനമായും 2 രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. അതായത് ഫിത്ർ സക്കാത്ത്, കച്ചവടത്തിൻ്റെ സക്കാത്ത്. ഫിത്ർ സക്കാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ, പെരുന്നാൾ മാസം കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയാണ് ഫിത്ർ സക്കാത്തിൻ്റെ സമയം. ഒരു കുടുംബനാഥൻ അദ്ദേഹം ചെലവ് കൊടുക്കാൻ ആവശ്യമായ വ്യക്തികളുടെയും അന്നത്തെ ചെലവുകൾ ഒഴിച്ച് മിച്ചം വരുന്ന ഭാഗമാണ് ഫിത്ർ സക്കാത്തായിട്ട് അർഹതപ്പെട്ടവർക്ക് നൽകേണ്ടത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് കച്ചവടത്തിൻ്റെ സക്കാത്ത്. ഒരു വ്യാപാരി അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ വ്യാപാരത്തിലുണ്ടാകുന്ന സാധനങ്ങളുടെ എല്ലാം അദ്ദേഹത്തിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക്, കിട്ടാനുള്ള കടം, കയ്യിലുള്ള പണം എന്നിവ കൂട്ടി സക്കാത്തിൻ്റെ ഒരു പണത്തിൻ്റെ നിശ്ചിത കണക്കെത്തിയാൽ അതിൽ നിന്നും 1/4 സക്കാത്തായിട്ട് ആ കച്ചവടക്കാരൻ അല്ലെങ്കിൽ വ്യാപാരി നൽകേണ്ടത്. കച്ചവടത്തിൻ്റെ സക്കാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ നവകാലത്ത് വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ന് ബിസിനസ്സുകളും മറ്റ് ഓൺലൈനായാലും മറ്റു പല വ്യാപാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ പലരും ഈ സക്കാത്തിനെ കൃത്യമായ രീതിയിൽ നിർവഹിക്കുന്നില്ല എന്നതാണ് ഇന്ന് നമ്മുടെ ഇസ്ലാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം, വലിയൊരു പ്രതിസന്ധി. അതിനാൽ തന്നെ അർഹതപ്പെട്ടവർക്ക് സക്കാത്ത് ഈ വീതം എത്തുന്നില്ല എന്നതാണ്. അത് പാവപ്പെട്ടവൻ്റെ ഒരു വീതമാണ്. അത് പലരും നമ്മുടെ സമൂഹത്തിലുള്ളവർ സ്വന്തമായിട്ട് അത് നൽകാതെ ജീവിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പട്ടിണി കിടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിൽ തന്നെ പട്ടിണി കിടക്കുന്നവർ അധികരിച്ചു വരുന്നൊരവസ്ഥയാണ്. 2023 ഒരു പ്രശസ്ത ചിന്തകൻ നിരീക്ഷണത്തിലൂടെ പറയുന്നത്, മുസ്ലിമീങ്ങൾ തന്നെ പല കുഗ്രാമങ്ങളിലായി തന്നെ വലിയ പ്രതിസന്ധി അനുഭവപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാതെ കിട്ടാനാവാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ്. നമ്മുടെ തെന്നിന്ത്യയിലേക്ക് പോയാൽ കാണാൻ സാധിക്കുന്നൊരവസ്ഥയാണ്. അതായത് സക്കാത്ത് എങ്ങനെ നൽകണമെന്ന് അവർക്കറിയില്ല. സമ്പന്നർക്ക് പോലും വിദ്യാഭ്യാസക്കുറവാണ് ഇതിന് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ സക്കാത്ത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനിവാര്യ ഘടകമാണെന്നും അത് നൽകുന്നത് മൂലം നമ്മുടെ സമുദായത്തിലുള്ളവർ ആരും പട്ടിണി കിടക്കാതെ ജീവിക്കാനുള്ള ഒരു പ്രധാന ഭക്ഷണം, പാർപ്പിടം എന്നിവയെല്ലാം ലഭിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. അതിന് സക്കാത്തിലൂടെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രധാനമായുള്ള ചർച്ചകളിലേക്ക് കടക്കാം. സക്കാത്തിൻ്റെ വിവിധ മേഖലകളിൽ പഠനം നടത്തി വിവിധ മേഖലകളിൽ ചർച്ച ചെയ്യാൻ ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നവകാലത്ത് ഉണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചർച്ചകളിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും. ലോകത്ത് എല്ലാവരെയും ഒരുപോലെയല്ല സൃഷ്ടാവ് സൃഷ്ടിച്ചത്. ചിലരെ ധനികരായിട്ടും ചിലരെ ദരിദ്രരായിട്ടുമാണ്. അതുകൊണ്ട് തന്നെ ഈ സക്കാത്ത് നൽകുന്നതിലൂടെ ഒരു സന്തുലിതാവസ്ഥ
സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീയ അഭിവൃദ്ധിയും സാമ്പത്തിക സ്വാശ്രയത്വവും ലഭിക്കുന്ന ഒരു ദ്വിമുഖ സ്രോതസ്സായിട്ടാണ് ഇസ്ലാം നമ്മുടെ സക്കാത്തിനെ സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും സക്കാത്ത് വിതരണം ചെയ്യുന്നത് 3 രൂപത്തിലാണ്. ആദ്യമായിട്ട് സക്കാത്ത് നൽകുന്ന വ്യക്തി നേരിട്ട് വീടുകളിലേക്ക് കൊണ്ടുകൊടുക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ രൂപം ഇസ്ലാമിക ഭരണപ്രദേശമായ സക്കാത്ത് നൽകാനുള്ള ഭരണാധികാരിക്ക് സക്കാത്തിൻ്റെ സാധനങ്ങൾ കൊണ്ടുകൊടുക്കുക. അങ്ങനെ ഭരണാധികാരി എല്ലാവർക്കും കൊണ്ടുകൊടുക്കുക. മൂന്നാമത്തെ രൂപം എന്നുള്ളത് ആ വ്യക്തി എന്ത് ചെയ്യുക, ഒരു വക്കീലിനെ ഏൽപ്പിക്കുക. ഇത് മൂന്നുമല്ലാത്തൊരു സമ്പ്രദായം ഇന്ന് കേരളത്തിൽ നടന്നു വരുന്നുണ്ട്. അതെ, അത് ശരിയാണ്. ആ ഒരു സമ്പ്രദായം നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മളെ കേരളത്തിൽ നിലവിലുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ വക്കീൽ ഈ കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വക്കീലിൻ്റെ നിബന്ധനയിൽ പെട്ടതാണ്. വക്കീലെന്ന് പറഞ്ഞാൽ നമ്മൾ സക്കാത്തിൻ്റെ വിഷയത്തിൽ കണ്ടുവരുന്നത്, സക്കാത്ത് കൊടുക്കാൻ അവകാശപ്പെട്ട ഒരാൾ, ആ സക്കാത്ത് കൊടുക്കാനുള്ള ആ വ്യക്തി അത് അയാൾ ആരിലേക്കാണോ സക്കാത്ത് കൊടുക്കേണ്ടത് ആ വ്യക്തിയിലേക്ക് നേരിട്ട് തന്നെ കൊടുക്കേണ്ടതാണ് നമ്മൾ സാധാരണയായി കണ്ടുവരാറുള്ളത്. എന്നാൽ ഈ വക്കീൽ എന്ന് പറഞ്ഞാൽ ഈ സക്കാത്ത് കൊടുക്കാൻ നിയമിക്കപ്പെട്ട ഈ വ്യക്തി ചില നിബന്ധനകളോടുകൂടെ മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കുക. ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിക്കാണ് ഈ വക്കീൽ എന്ന് പറയാം. അപ്പൊ ഈ വക്കീലിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് എന്ത്, ഈ വക്കീല് ഒരു നിശ്ചിത വ്യക്തിയാവണമെന്നുള്ളൊരു സംഭവം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നിയമമൊക്കെ നോക്കുകയാണെങ്കിൽ ഈ കമ്മിറ്റി എന്നുള്ള വിഷയം അല്ല, ഈ വക്കീലിന്റെ നിബന്ധന നോക്കുകയാണെങ്കിൽ ഈ ഏൽപ്പിക്കപ്പെടുന്നവര് ഒരു കമ്മിറ്റി ആവുക എന്നുള്ളത് വിതരണത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ഒരു രീതിയിലും ഈ കമ്മിറ്റി സംവിധാനം നമുക്ക് കാണാൻ സാധിക്കില്ല. അത് യഥാർത്ഥത്തിലൊരു വിദ്യാർത്ഥിയാണത്. നമ്മൾ സക്കാത്തിന്റെ വിഷയത്തിലൊക്കെ ഈ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു വിധേയത്താണ് സംഭവം നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഇസ്ലാമിനിപ്പോൾ മറ്റുള്ള മതങ്ങളും അതുപോലെ തന്നെ മറ്റു സംസ്കാരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സക്കാത്ത് സമ്പ്രദായം എന്നുള്ളത് ഈ ധന കൈമാറ്റം അല്ലെങ്കിൽ ധനത്തിൻ്റെ മൂല്യത്തിന് അപ്പുറത്ത് വേറൊരു സമ്പത്തും കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെ പലതരത്തിലുള്ള മാനസികമായിട്ടും അവിടെ ബന്ധങ്ങൾ കൂട്ടി അടുപ്പിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ലോകത്തെ സമ്പത്ത് വ്യവസ്ഥയിൽ സക്കാത്തിനെ വെല്ലുന്നതായിട്ടുള്ള ഒരു ജനകീയ സമ്പത്ത് വ്യവസ്ഥ ഇപ്പോൾ എവിടെയും കണ്ടുവന്നിട്ടില്ല. ചിലപ്പോൾ ഇനി എവിടെയെങ്കിലും ഉണ്ടാകും. പക്ഷേ ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞത് കൊണ്ട് വളരെ അധികം ഉയർന്നു നിൽക്കുകയാണ് ഇതിൻ്റെ പതിവെന്ന് വ്യക്തമാകുന്നുണ്ട്. നമുക്ക് നമ്മൾ ഈ കച്ചവടത്തിൻ്റെ സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബിസിനസ്സിലുണ്ടാകുന്ന സക്കാത്ത്. അതായത് ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിവിധ സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്ത് അത് വിൽപ്പന നടത്തുന്നതിലൂടെ ഉണ്ടാകുന്നതാണ്. വിൽപ്പന നടത്തുക എന്ന സമ്പ്രദായമാണ് ബിസിനസ്. അപ്പോൾ ഈ ബിസിനസ് നടത്തുന്നതിലൂടെ ഒരുപാട് പ്രയാസങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നടന്നു പോകുന്നൊരു സമയമാണ് ബിസിനസ് നടത്തുക എന്ന്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് അധികരിച്ച ആളുകളെ അവർ എളുപ്പമൊന്നും അവരുടെ ചോദ്യം ചെയ്യല് അന്ത്യനാളില് എളുപ്പമൊന്നും തീരുകയില്ല. അത് ഒരുപാട് സമയമെടുക്കും. അവസാനമായിരിക്കും അവര് സ്വർഗത്തിലേക്കാണെങ്കിൽ അവിടേക്ക് പ്രവേശിക്കൽ അവസാനമായിരിക്കുമെന്നാണ്. ഇസ്ലാമിൽ തന്നെ സ്വഹാബികളിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ് സമ്പത്തിൽ അധികരിച്ച ഒരാൾ. അപ്പോൾ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അബ്ദുറഹ്മാൻ ഔഫാണ് അവസാനമായിട്ട് സ്വഹാബികളിൽ വിചാരണ ചെയ്യാൻ വരുന്ന ആള്. അപ്പൊ തന്നെ സമ്പത്ത് അധികരിച്ച ഒരു ബാധ്യത അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇസ്ലാം. അവിടെയാണ് എന്നാൽ റസൂൽ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഈ സമ്പത്ത് അധികരിച്ച ആളുകൾ തന്നെ അതിനെ കാര്യമായ രീതിയിൽ ഇസ്ലാം കൽപ്പിച്ച രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് ജക്കാത്ത് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി ജക്കാത്തൊക്കെ കൊടുത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കും വലിയൊരു സ്ഥാനം നാളെ ആഖിറത്തിൽ ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്.
അവിടെയാണ് സക്കാത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ സമ്പത്ത് എല്ലാം കൂടി ഒരാളിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ നമ്മുടെ സമൂഹത്തിലെ ദരിദ്രരായ ജനങ്ങളെ അവരെയും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യം കൂടി ഇസ്ലാമിന്റെ ഈ ഒരു കാഴ്ചപ്പാടിലുണ്ട്. അത് വ്യക്തമാക്കുമ്പോൾ തന്നെ ചിലരുടെയൊക്കെ ധാരണ എന്ന് വെച്ചാൽ ഈ സക്കാത്ത് കൊടുത്താൽ എല്ലാമായി, ഇനി അവിടെ ഒന്നും നമ്മൾ സ്വതക്ക പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ്. നമ്മൾ ഇസ്ലാമിലെ സമ്പ്രദായത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സക്കാത്ത് അതിൻ്റെ അവകാശിക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ സക്കാത്ത് കൊടുക്കുന്ന വ്യക്തി തന്നെ എന്ത് ചെയ്യണം? അയാളുടെ വസ്ത്രം, പാർപ്പിടം, അതുപോലത്തെ ഭക്ഷണം പോലത്തെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടതും ഇയാളുടെ ബാധ്യതയാണെന്ന് ഇസ്ലാം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സക്കാത്ത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം എന്നല്ല ഇസ്ലാം സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇന്നമ സ്വദഖാത്തു ലിൽ ഫഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി റിഖാബി വൽ ഗാരിമീന വഫി സബീലില്ലാഹി വബിനിസ് സബീൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സക്കാത്തിന്റെ കൊടുക്കേണ്ട 8 വിഭാഗങ്ങളെ സൂചിപ്പിക്കുകയാണ് ഉണ്ടായത്. കച്ചവടത്തിന്റെ സക്കാത്ത് നൽകേണ്ട ആളുകളെ 8 വിഭാഗങ്ങളിലേക്ക് നമ്മൾ വിതരണം ചെയ്യുമ്പോൾ അതിലൊരു നിസാബ് വേണം, കണക്കനുസരിച്ച് നമ്മൾ കൊടുക്കണം. അതായത് ഇപ്പോൾ പാവങ്ങൾ പലതരത്തിലുണ്ട്. ചിലർ പ്രത്യക്ഷത്തിൽ പാവയിക്കാരും, ചിലർ എന്ത് ചെയ്യും, അവർ പാവാണെന്ന് അറിയിക്കില്ല, എങ്കിലും അവരെ തേടി കൊടുക്കണം എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം ഇത്ര മിസ്കീൻ, ഫക്കീർ, ഇങ്ങനെ ഓരോ വിഭാഗക്കാരായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് വെച്ചാൽ 2 വിഭാഗം പാവങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് തോന്നുന്നില്ലേ. അത് ഒന്നാമത് പാവങ്ങളാണെന്ന് അറിയിക്കുക, എല്ലാവരും ഇങ്ങനെ ചോദിച്ച് നടക്കുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. പാവങ്ങളാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു വിധം. മറ്റൊരു സമൂഹത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം അവരാരോടും പറയില്ല. നമ്മുടെ നാട്ടിലുള്ള അവർക്ക് പരിചയം വ്യക്തിപരമായ ബന്ധത്തിലാണ് നമുക്ക് അവർ മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് നമ്മളെ കൂട്ടുകെട്ടിൽ തന്നെ ഉണ്ടാവും പാവങ്ങളായിട്ടുള്ള ആൾക്കാർ. അവരുടെ ജീവിതം നമുക്ക് മാത്രം മനസ്സിലാക്കും. പൊതുവായിട്ടുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല. ഇങ്ങനെ പറഞ്ഞു നടക്കുക, ഉള്ളി വെച്ച് നടക്കുക, അവരുടെ കഷ്ടപ്പാടുകളൊക്കെ ഉള്ളി വെച്ച് നടക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ നോക്കുമ്പോൾ ദരിദ്രരെ വളരെയേറെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം ആ നാട്ടിലെ കൂത്ത്, ഓലിബായ കൂത്താണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അതായത് ആ നാട്ടിൽ എന്താണോ കൂടുതൽ കിട്ടുന്നത് അതിൻ്റെ ഒരു സോയ്, ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് ഒരു സോയ് എന്ന നിലയ്ക്ക്, അതായത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 4 മുദ്ദ്. അപ്പോൾ ഇത് വളരെ സന്തുലിതാവസ്ഥ, അതായത് ആ രാത്രി അന്ന് ആരും പട്ടിണി കിടക്കരുത് എന്ന് ഇസ്ലാം ശാഠ്യം പിടിക്കുന്നുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നിലനിന്ന് വന്നൊരു സമ്പ്രദായമാണ് ഈ ഒരു ആ നാട്ടിലെ പ്രധാന ധാന്യത്തിന്റെ ഒരു അതായത് 4 മുദ്ദ് സക്കാത്ത് കൊടുക്കുക എന്നത്. അല്ലാതെ ഈ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ പണം, ഫിത്ർ സക്കാത്ത് പണമായി നൽകുന്നതിലൊക്കെ പണമായി നൽകണമെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലത്ത് തന്നെ നിർവഹിച്ചു വന്നൊരു രീതിയാണ് ആ പ്രധാനപ്പെട്ട ധാന്യം നൽകുക എന്നത്. ഈ പണം നൽകുക എന്നതിലൂടെ അഭിപ്രായപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് ഈ ഭക്ഷണം എന്നതിലുപരി മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ ഉണ്ടാവില്ല, വസ്ത്രം, പാർപ്പിടം, അതുപോലെ തന്നെ മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്കും വേണ്ടി അപ്പോൾ അവർക്കൊരു ധാന്യമായി നൽകാതെ അതിൻ്റെ പണം നൽകുന്നത് വഴി അവർക്കത് എല്ലാ രീതിയിലും ഉപയോഗപ്പെടുത്താമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണ്. നമ്മൾക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അതായത് ഒരു പാവങ്ങളൊരു വീട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എല്ലാവരും കൂടി അയൽവാസികളെല്ലാവരും ആ വീട്ടിലേക്കാണ് ഇങ്ങനെ ഈ അരിഭക്ഷണം, നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ട് അരിഭക്ഷണം ഇങ്ങനെ ആ വീട്ടിലേക്ക് കുന്നുകൂടി വെക്കുന്ന ഒരു അവസ്ഥ. അതിന് മറിച്ച് അവർക്ക് ആവശ്യമായ പണമോ വസ്ത്രം വാങ്ങാനുള്ള പണമോ അങ്ങനത്തെ ഒക്കെ നൽകുകയാണെങ്കിൽ വലിയൊരു ഉപകാരം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ഈ അരിഭക്ഷണം മാത്രം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന ഒരു അവസ്ഥ പാവങ്ങളുടെ വീട്ടിലുണ്ടാവുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ സക്കാത്തിന്റെ കാര്യത്തിലൊക്കെ ഈ പൊതുവിലിപ്പോൾ ഈ ജനങ്ങളുടെ ശ്രദ്ധയിലൊക്കെ പെടുന്നത് ഈ സക്കാത്ത് പറഞ്ഞാൽ സമ്പന്നരുടെ മേലിലാണ് സക്കാത്ത് വേണമെന്ന് എല്ലാവരും. അതെ, ഈ സക്കാത്ത് ശരിക്കും സമ്പന്നരുടെ മേലല്ല, സമ്പത്തിന്റെ മേലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കുറേ ആളുകളുടെ വീട്ടിൽ തന്നെ 20 മിസ്കാലായ സ്വർണ്ണം ഉണ്ടാവും, അതുപോലെ വെള്ളിയൊക്കെ ഉണ്ടാവും. പക്ഷെ അവരൊക്കെ വിചാരം എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് ബാധകമല്ല, അതൊക്കെ ആചാര്യ കൊടുക്കട്ടെ. പ്രത്യേകിച്ചും വ്യക്തമായ പഠനം അറിവില്ലാഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മളെ ഓരോ വീടുകളിൽ തന്നെ സ്വർണ്ണം ഇങ്ങനെ എടുത്തേക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിനെ വെച്ചിട്ട് സ്ത്രീകൾക്കോ ആർക്കും ഇതിനെ വെച്ചിട്ട് ഒരു വിവരമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വലിയ വലിയ ബിസിനസ്സുകളൊക്കെ നടത്തുന്ന ഒരുപാട് ആളുകളെ അവർക്ക് ഈ സക്കാത്ത് എങ്ങനെ നൽകുന്നതിനെ കുറിച്ച് അറിവില്ലാതെ കൊടുക്കാതിരിക്കുന്ന ഒരുപാട് ആളുകളും ഇന്ന് സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിജാറത്തിന്റെ സക്കാത്തിൽ നമ്മൾ
കണക്കായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്റ്റോക്കായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ നിന്ന് ലഭിക്കാനുള്ള കടമോ അല്ലെങ്കിൽ കയ്യിലുള്ള പണമോ എല്ലാം കൂടി ഒരു 354 ദിവസം ഹിജ്റ കലണ്ടർ പ്രകാരം ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാവുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ സമ്പത്തിന്റെ രൂപത്തില് അപ്പൊ ഒരാളെ കൈക്കൽ ഒരാളടുത്ത് 20 മിസ്കാല് സ്വർണ്ണം ഉണ്ടെങ്കിലാണ് അത് ഒരു വർഷം തികയണം. അത് നമ്മൾ ആ വിഷയത്തില് ഇപ്പൊ സമ്പന്നരല്ല സമ്പത്താണെന്ന് പറഞ്ഞത്. അവിടെ നമ്മള് ഒരാളടുത്ത് ഉണ്ടെങ്കിൽ അയാള് ആഭരണമായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ അവിടെ സക്കാത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അങ്ങനെ ആഭരണമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു വർഷം ആ സ്വർണ്ണ പോലെ കൈക്കലുണ്ട്, അത് എടുത്തു വെച്ചതാണെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അത് കുറെ കാണാറുണ്ട്. സക്കാത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ചിലർ സ്വർണത്തിനെ ആഭരണമാക്കുന്നു. നിസാബ് വർഷം തേകാൻ നേരത്തൊക്കെ അതിനെ ആഭരണമാക്കിയൊക്കെ ചെയ്യുന്ന പ്രവണത കാണാറുണ്ട്. അത് വർഷം കഴിയുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല എന്തിനും ചിലവാക്കുന്നുണ്ട്. നിസാബ് എത്തുന്നതിന് മുമ്പ് തന്നെ നിസാബ് എത്തിയിട്ടുണ്ടാകും. പക്ഷേ വർഷം തികയുന്നതിൻ്റെ 4 ദിവസം മുമ്പ് തന്നെ അതിനെ ഉപയോഗിച്ച് ആ സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന പല രൂപങ്ങളുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു രൂപമാണ് അതുപോലെ തന്നെ ഈ 394 ദിവസം എന്ന് പറഞ്ഞല്ലോ, അത് ഒരു ദിവസം ആവണീന് മുന്നേ അത് വേറൊരാളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയും പിന്നെ അത് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അത്തരത്തിലാണ് ഈ പറഞ്ഞത് അയാളുടെ പേരിലേക്ക് തന്നെ എഴുതുകയും ചെയ്യുന്നത്. അത് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ അത് രക്ഷപ്പെടും. പക്ഷേ അള്ളാഹിൻ്റെ മുമ്പിൽ അത് ഒരു ചോദ്യമായിട്ട് ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല. അതുപോലെ തന്നെ ഈ സക്കാത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഈ സക്കാത്തിൻ്റെ കാരണം കൊണ്ട് അവിടെ എന്തില്ല, സക്കാത്ത് വാങ്ങാൻ ആൾക്കാരില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. അത് വലിയൊരു ഇസ്ലാമിന് വലിയൊരു പ്രചോദനമാണ് എല്ലാ ജനകീയ സമ്പത്ത് വ്യവസ്ഥകൾക്കും ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇസ്ലാമിക ഭരണമായതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു രീതി എന്ന് വെച്ചാൽ ജനങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് അത് രാജാവിൻ്റെ കീഴിലാണ് അത് കൊടുക്കുക. പിന്നെ രാജാവ് ആ ഭരണകർത്താക്കളാണ് അത് പാവപ്പെട്ട ജനങ്ങളെ കണ്ടുപിടിച്ച് അത് അവരിലേക്ക് എത്തിക്കുന്നത് ആ രാജാവിനാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ സംവിധാനം ഇല്ല. നമ്മുടെ നാട്ടിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എത്ര പോരം ഒന്നും ലഭിക്കാത്തൊരവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഓരോരുത്തരും ഒരു മനസ്സിരുത്തി നോക്കിയാൽ മാത്രം തിരഞ്ഞു പിടിച്ചാൽ മാത്രം കണ്ടെത്താവുന്ന ഒരു ഇതാണ്. നമ്മൾ ഫിത്ർ സക്കാത്ത് പലപ്പോഴും ഈ റമദാനിലെ ഒരു അവസാന ദിവസത്തിലെ ഒരു സക്കാത്ത് ഒരു കൊടുക്കലായിട്ട് മാത്രമാണ് പലരും കാണുന്നത്. എന്നാൽ അതിലൂടെ ഒഴിവായി പോകുന്നത് ഒരു സാമൂഹിക അസമത്വം എന്നൊരു കാര്യമാണ് ഒഴിവായി പോകുന്നത്. വലിയൊരു സാമൂഹിക അസമത്വം ഒഴിവായി പോകുന്നു. ആ ഒരു ദിവസമെങ്കിലും എല്ലാ ആളുകളും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയും നല്ല രീതിയിൽ പട്ടിണി കിടക്കാതെ ആ ഒരു ദിവസമെങ്കിലും നല്ല രീതിയിൽ അവർക്ക് കഴിയുന്നു എന്നതാണ്. നീണ്ട സെമിനാറുകളും വർക്ക് ഷോപ്പുകളും ഓൺലൈൻ സംവിധാനങ്ങളും മനുഷ്യൻ്റെ സാമ്പത്തിക വ്യവഹാരങ്ങളെ സഹായിക്കാൻ ലഭ്യമാണ് എന്നുള്ളതൊക്കെ ഇതെല്ലാം സക്കാത്തിലും നമുക്ക് ചിന്തിക്കാവുന്നതാണ് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ ചർച്ച ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.